ശക്തമായ മഴയിൽ പുതുനഗരം വിരിഞ്ഞിപ്പാടം റെയിൽവേ അടിപ്പാത വെള്ളത്തിനടിയിലായി. തെക്കേ വിരിഞ്ഞിപ്പാടം, വടക്കേ വിരിഞ്ഞിപ്പാടം എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ താമസിക്കുന്ന 400ഓളം കുടുംബങ്ങളുടെ ഏക യാത്രാമാർഗമാണ് വിരിഞ്ഞിപ്പാടം റെയിൽവേ അടിപ്പാത. പാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. വെള്ളം നിറഞ്ഞ പാതയിലൂടെ കടന്നുപോകാൻ ഏറെ പ്രയാസമായതിനാൽ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട സ്ഥിതിയിലാണ് യാത്രക്കാർ. ചെളി നിറഞ്ഞ വെള്ളത്തിനടിയിൽ കുഴികളോ ഇഴജന്തുക്കളോ ഉണ്ടെങ്കിൽ അപകടമാണ്. പാത ഉയർത്തി വെള്ളക്കെട്ട് പരിഹരിക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ പരിഹാരം കാണുന്നില്ലെന്ന പരാതി ശക്തമാണ്. പട്ടികജാതി ഹോസ്റ്റൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന പ്രദേശത്ത് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് BJP നേതാക്കളായ വിനോദ്, കലാധരൻ, ദിനേശ്, പ്രഭാകരൻ എന്നിവർ ആവശ്യപ്പെട്ടു. നമ്മുടെ ഈ വാർഡ് വന്നിട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാർഡാണ്. അദ്ദേഹം വിചാരിച്ചാൽ നമ്മൾക്ക് എന്തെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് റെയിൽവേൻ്റെയാണെന്ന് പറഞ്ഞിട്ട് ഒരു വാക്കിൽ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേൻ്റെയാണ്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതെ പഞ്ചായത്ത് വിചാരിച്ച എന്തെങ്കിലും ഒരു ഇത്രയും താഴ്ചയായി കിടക്കുന്നതിന് അതിനൊരു എന്തെങ്കിലും ഒരു കോൺക്രീറ്റ് ചെയ്ത് കുറച്ചൊരു മട്ടൺ ലെവലായി ചെയ്ത് കഴിഞ്ഞാൽ വെള്ളങ്ങൾ ഒഴിഞ്ഞു പോകാനുള്ള സംവിധാനം ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ. അപ്പോൾ അത് അപ്പുറത്ത് കോളനിയാണ്, അതിൻ്റെ അപ്പുറത്ത് ഹോസ്റ്റലുണ്ട്. ടീച്ചർമാർക്ക് പോകാനുള്ള ബുദ്ധിമുട്ട്, കുട്ടികൾക്ക് രാവിലെ എണിച്ചാൽ പോകാനുള്ള ബുദ്ധിമുട്ട്, വാഹനങ്ങൾക്ക് 2 കിലോമീറ്റർ മേലെ 2.5 കിലോമീറ്റർ ചുറ്റിയിട്ടാണ് വാഹനങ്ങൾ വരേണ്ടത്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ ഈ ജൂൺ കഴിഞ്ഞ അടുത്തൊരു നല്ലപോലെ മഴ ശക്തമായ സമയത്ത് ഇവിടെ നമ്മുടെ ഇടുപ്പിനോളം വെള്ളം നിൽക്കും. അപ്പോൾ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അത് പഞ്ചായത്താണ് കൈക്കൊണ്ട് എന്തെങ്കിലും ചെയ്യേണ്ടത്. അവർ കൈ ഒഴിഞ്ഞതുകൊണ്ടാണ് ഈ പ്രശ്നം ഇങ്ങനെ നിൽക്കുന്നത്. അതേസമയം ശക്തമായ മഴയിൽ നെന്മാറയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. നെന്മാറ ശിവക്ഷേത്ര പരിസരത്ത് റോഡിലുണ്ടായ വെള്ളക്കെട്ട് കാൽനട വാഹന യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കി. മഴക്കാലത്ത് ഈ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാവുന്നത് വർഷങ്ങളായി തുടരുന്ന പ്രശ്നമാണ്. റോഡരികിലെ ഓടയിൽ മാലിന്യം അടിഞ്ഞുകൂടുന്നതും പാഴ്ചെടികൾ വളർന്നു നിൽക്കുന്നതും റോഡിലെ വെള്ളമൊഴുകി അകലുന്നതിന് തടസ്സമാവുന്നുണ്ട്. കനത്ത മഴ പെയ്താൽ ഓട നിറഞ്ഞ് മഴവെള്ളം റോഡിലേക്കാണ് ഒഴുകുന്നത്. മഴക്കാലം എത്തും മുൻപ് ഓട ശുചീകരിച്ചാൽ പ്രദേശത്തെ വെള്ളക്കെട്ടിന് ഒരു പരിധിവരെ പരിഹാരം കാണാനാവും. നിലവിൽ റോഡിലെ വെള്ളക്കെട്ട് വലിയ അപകടം വിളിച്ചു വരുത്തുന്നതായി പ്രദേശവാസികളും ഇതുവഴിയുള്ള യാത്രക്കാരും പറയുന്നു. പഞ്ചായത്ത് മെമ്പർ നോക്കിയിട്ട് പോയി, പ്രസിഡന്റ് വന്നു, സെക്രട്ടറി വന്നു, എഞ്ചിനീയർ വന്ന് അളവെടുത്തിട്ടും ഈ അളക്കുക പോവുകയല്ലാണ്ട് ഒരു കാര്യം ഇവിടെ ചെയ്യാറില്ല. ഇത് ഈ വർഷത്തോളം ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. മഴ പെയ്ത മുട്ടിന് വെള്ളം, ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഒരാൾക്ക് വണ്ടി പോകാനോ വണ്ടി നമുക്ക് കിടക്കാനോ പറ്റുന്നില്ല. PT എല്ലാം കുട്ടികൾക്ക് ഈ ഭാഗത്തൂടെ കിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് വലിയ മഴ പെയ്ത എല്ലാം സ്തംഭനവും. വീട്ടിലും മില്ലിലൊക്കെ വെള്ളം കയറി നിൽക്കുകയാണ്. വ്യാഴാഴ്ച വൃത്തിയാക്കാൻ താഴ്ത്തണം. അത് എസ്റ്റിമേറ്റ് എടുത്തിട്ട് പോകണ്ട്. അത് എടുക്കുക പോവുക ഒരു 10-20 വർഷവും. UTV ന്യൂസ്, പാലക്കാട്.